കേരളം വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വൈദ്യുതിയുടെ പ്രതിസന്ധിയാണ്. പക്ഷേ സർക്കാർ ആ സമയവും മുതലെടുത്തുകൊണ്ട് വലിയൊരു അഴിമതിക്ക് കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അതായത് ദീർഘകാലത്തേക്കുള്ള ഒരു വൈദ്യുതി ഉടമ്പടി നിലനിൽക്കെ പുതിയ വൈദ്യുതി ഉടമ്പടിയിലേക്ക് പോകുന്നു, കരാറിലേക്ക് പോകുന്നു. ഇത് പച്ചയായ അഴിമതിയല്ലേ? ഇത് അഴിമതി എന്നുള്ള വാക്കൊക്കെ അത് വളരെ പരിമിതപ്പെട്ടു പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൊള്ളയടിയാണ്. ഇത് കൊള്ളയാണ്. മാത്രമല്ല ഇത് KSEBയുടെ ഒരു കൊള്ള. KSEB എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും, എന്താണ് ഇതിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ, എന്താണ് ഇതിൻ്റെ അതോറിറ്റി, എന്താണ് കേന്ദ്ര നിയമം, ഗവൺമെൻറ്റും KSEBയും തമ്മിലുള്ള ഇതിനകത്ത് ഈ ഒരു സംവിധാനം കമ്പനിയാകുമ്പോൾ എങ്ങനെയാണ് ആ ബന്ധം നിൽക്കുന്നത്, മന്ത്രിയും ബോർഡും തമ്മിലുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ സാധാരണ ജനങ്ങൾക്ക് യാതൊരു പിടിയുമില്ല. ഈ ഒരു മറയാണ് ശരിക്കും പറഞ്ഞാൽ KSEBിനെ ഈ ഒരു കൊള്ളയ്ക്ക് അവസരമൊരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊള്ളയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ പറ്റത്തില്ലത്. കാര്യം അമ്മാതിരി വലിയ കൊള്ളയാണ് നടക്കുന്നത്. കൊള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ഈ കൊള്ളയ്ക്ക് കിട്ടുന്ന കൊള്ളപ്പണം എന്ന് പറയുന്നത് ഭീമമായ തുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ KSEBയിലെ നമ്മുടെ കേരളത്തിന് മുഴുവൻ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക തളർവാദം പിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഇടതുപക്ഷ യൂണിയനുകളും ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെയാണ്. അതല്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ എന്താ പറയുക ഒരു സമാനകളില്ലാത്ത ഒരു പ്രദേശമായി മാറുമായിരുന്നു. കാര്യം അത്രയ്ക്ക് സാധ്യതയുള്ള സ്ഥലമായിരുന്നു കേരളം എന്ന് പറയുന്നത്. ഇപ്പം പോലും പക്ഷേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പിടിയിലമർന്ന് ഇനി അതിനകത്തു നിന്ന് മോചിച്ച്, കാരണം ഈ ഒരു ഇങ്ങനെ അമർന്നവരുടെ സന്തതികളാണ് പുതിയ തലമുറ. അവരുടെ മാനസിക സംഘർഷം കണക്കിലെടുക്കണം. അപ്പം അങ്ങനെ ഒരു നമ്മൾ ഓരോ ദിവസം കാണുന്ന വാർത്തകളുടെ പ്രത്യേകതകളിലേക്ക് നോക്കിയാൽ മതി. ഈ നമ്മുടെ കേരളം തുടർന്ന് വന്നിരുന്ന ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കയറിയ സംസ്കാരം എങ്ങനെയാണ് വ്യക്തികളെ സ്വാധീനിക്കുന്നുള്ളത്, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ KSEB ഭരിക്കുന്നത് അവിടുത്തെ ഒരു എംപ്ലോയീസ് ഈ ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു നേതാവാണ് KSEB ഭരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഇപ്പം വന്നിരിക്കാറുണ്ട്. അവിടെ വന്നിരിക്കുമ്പോൾ ശരിക്കും CPMകാരുടെ അതേ സ്വഭാവം തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഈ ടെലിവിഷനിലെ ആങ്കർമാരുമായിട്ട് ചർച്ച, എൻ്റെ സമയം എനിക്ക് 5 മിനിറ്റ് കൂടുതൽ വേണം, 5 സെക്കൻഡ് കൂടുതൽ വേണം, മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, ഇങ്ങനെയൊക്കെയുള്ള അക്ഷമയൊക്കെ ആ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം ഡോക്ടർ അശോക് IAS അദ്ദേഹം KSEBയുടെ ചെയർമാൻ മാൻഡേറ്ററി എന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കാൻ നോക്കിയത്, ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ആ വൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് പൊക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MM മണി വിദ്യുശക്തി മന്ത്രിയായിരുന്ന സമയത്ത് മണിയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പം മണിയെ ഒരു വിദ്യുശക്തി മന്ത്രിയായിട്ട് നിയമിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ സമീപനം ആലോചിച്ചാൽ മതി. മണി മോശക്കാരനായതുകൊണ്ടല്ല, നമ്മൾ ഓരോ പിന്നെ തസ്തികകൾ അല്ലെങ്കിൽ ഓരോ വകുപ്പുകൾ ഏൽപ്പിക്കുമ്പം അത് അറിയാവുന്നവരെയും അല്ലെങ്കിൽ അത് നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നവരെ ഏൽപ്പിക്കണം. ഒരു ഊർജ്ജ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം MM മണിക്ക് അതിനുള്ള യോഗ്യതയില്ല, മനസ്സിലല്ലേ? ആരെങ്കിലും പ്രാപ്തി വേണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സംസ്കാര സമ്പന്നനല്ലോ അദ്ദേഹം, മനസ്സിലായില്ലേ? വായി തോന്നുന്ന വിളിച്ച് പറയുക, ആൾക്കാരെ കൊന്നു 1 2 3 ആൾക്കാരെ കൊന്നു എന്ന് പറയുക. സ്ട്രീറ്റ് ലീഡറാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും കേരളത്തിന്റെ വൈദ്യുത മന്ത്രിയുടെ സ്ഥാനം അലങ്കരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പിണറായി വിജയൻ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി. അപ്പോൾ അതിന് വലിയ ഉദ്ദേശമുണ്ട്. കാര്യം അവിടെ ഭരിക്കാനപ്പം വേറൊരാൾക്ക് വളരെ അനായാസമായിട്ട് ഭരിക്കാം. അങ്ങനെ ഇരുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ യൂണിയൻ നേതാവ്. അദ്ദേഹം അവിടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ വകുപ്പിൻ്റെ വണ്ടിയിലാണ് അദ്ദേഹം കോഴിക്കോട്ടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സുഖമാണല്ലോ, ഇങ്ങനെ വൈകുന്നേരം പോകുന്നു, അതുപോലെ സൗകര്യമായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഈ അശോക് വന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഈ ബോർഡ് ഭരിക്കുന്നത് ഇദ്ദേഹമാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ TA ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 6,75,000 രൂപ ഇദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം ഈ കാറും മറ്റ് സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനടി തിരിച്ചടയ്ക്കണം, അതല്ലെങ്കിൽ വരുന്ന 12 മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഗഡുക്കളായി പിടിക്കപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു. അത് കൊടുത്തപ്പോഴത്തേക്ക് തന്നെ അശോക് അവിടെ നിന്ന് തെറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്, ആൾ ഇന്ത്യ സർവീസിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയാൽ പോലും ഇവർ നിശ്ചയിക്കും.
ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് ഈ KSCBയുടെ നമ്മൾ ആ വ്യക്തിയുടെ വ്യക്തി എന്ന് വെച്ചാൽ അപ്രസക്തമാണ്. ഈ വ്യക്തി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വേറൊരു വ്യക്തി അവിടെ വരും. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ആ ഒരു പൊസിഷനിലിരിക്കുന്ന ഇങ്ങനെയുള്ള ചില വ്യക്തികൾ ഇതിനെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് ഈ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ കൊടും ചൂട് സമയത്തും ലോഡ് ഷെഡിങ്ങിൻ്റെ പേരിൽ ഇലക്ഷന് മുമ്പ് ഉണ്ടായിരുന്ന ലോഡ് ഷെഡിങ് നമ്മൾ അവിടെ വിളിക്കുമ്പോഴത്തേക്ക് പറയും നമുക്കറിയില്ല എന്തായി. എത്ര പേർക്കറിയാം ഫീഡർ എന്താണ്, സബ്സ്റ്റേഷൻ എന്താണ്, പിന്നെ അവർ ചില ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കും. അവർ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇന്നതുകൊണ്ടാണ് ഫീഡർ ഓഫ് ചെയ്തിരിക്കുകയാണ്, മറ്റേ ഷിഫ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളായിരുന്നു ഇലക്ഷന് മുമ്പ് വിളിച്ചു പറയേണ്ടത്. ഇലക്ഷന് ശേഷം പിന്നെ വ്യക്തമായിട്ട് ഇപ്പം രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ ലോഡ് ഷെഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പവർ കട്ട് എന്ന് പറയില്ല, ലോഡ് ഷെഡിംഗ് എന്ന് പറയില്ല, ഒന്നും പറയുന്നില്ല, ക്രമീകരണം. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? ഇന്ന് ഒരു ദിവസം നമ്മൾ ഈ 2 മാസം കൂടുമ്പം ബില്ല് വരുമ്പോഴത്തേക്ക് കാശില്ലാത്തവർ എങ്ങനെയും കൊണ്ട് അടയ്ക്കും, ഇല്ല? എനിക്ക് നേരിട്ടറിയാം. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പമുള്ള കൂട്ടരൊന്നുമല്ല. പക്ഷേ ഈ നമ്മളിവിടുത്തെ ഈ അപ്പർ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഈ അകത്ത സംഗതികൾ പലരും കാണുന്നില്ലെന്ന്. 2 പേര് ജോലിയുള്ളവരാണെങ്കിലും ഈ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും സർക്കാർ ജോലി മറ്റു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവനല്ലാത്തവർക്ക് പോലും ഈ ഭീമമായ ലോൺ എല്ലാവരുടെയും തലയിലുണ്ട്, അല്ലേ? പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അമേരിക്കൻ സ്റ്റൈൽ ലൈഫ് അല്ലെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളിലെ ജീവിതമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അകത്തവർ മാനേജ് ചെയ്യുന്നത് വളരെ സർക്കസ് കാണിച്ചിട്ടാണ്. അപ്പോൾ 2 മാസം കൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ മാല പണയം വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ച അത്യാവശ്യം ഭേദപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഭാര്യയും ഭർത്താവും ശമ്പളം വാങ്ങുന്ന വ്യക്തികൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ. അപ്പോൾ ഈ എങ്ങനെയെങ്കിലും ഇതങ്ങ് നടത്തും. പക്ഷെ നമ്മൾ ഒരു ദിവസം എത്ര രൂപ കറണ്ടിന് കൊടുക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ വ്യക്തികളുടെ ഈ കൊള്ളയുടെ ഫലം കൊണ്ടാണ്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് 25 വർഷത്തേക്ക് 4 രൂപ 29 പൈസ വെച്ച് ദീർഘകാല കരാർ 425 മെഗാവാട്ട് വാങ്ങിക്കാനുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കരാർ ഉണ്ടാക്കിയതാണ് ഈ യൂണിയൻ നേതാവ് കാർമ്മികത്വത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം അത് റദ്ദാക്കിയിട്ട് 4 രൂപ 29 പൈസയ്ക്ക് ശേഷം പകരം 10 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യൂണിറ്റിന് 5 രൂപ 61 പൈസ കൂടുതൽ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇരട്ടിയും അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്തിനാണ് കൊടുക്കുന്നത്? ഇവർക്ക് കക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ്. പിന്നെ ഉദാഹരണത്തിന് എൻ്റെ വൈഫ്, അവർ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. അവരുടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലിയായിട്ട് അവർ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അവർ അവസാനം വാങ്ങിച്ചതിൻ്റെ ഇരട്ടി ശമ്പളം വരെ ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു KSCBയിലെ ഡ്രൈവർ വാങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? അപ്പോൾ അതും കൊള്ളയല്ലേ? ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം സെക്രട്ടേറിയറ്റ് എടുത്ത് നോക്കുക, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ എൻജിനീയേഴ്സും ഈവൻ ഡോക്ടേഴ്സും ഒക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളങ്ങൾ KSCBയിലെ ഡ്രൈവർമാരും അതുപോലെ ലൈൻമാൻമാരും ഒക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ കിട്ടുന്നതിൻ്റെ അല്ല, ഇത് അനീതിയല്ലേ? എന്നിട്ട് അതിന് കൊടുക്കുന്നതോ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതി പണവും നമ്മളുടെ കാശും, അല്ലേ? അപ്പം ഈ കൊള്ളയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ 2200 മെഗാവാട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ ഹൈഡൽ പവേഴ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. ഈ ഹൈഡൽ പ്രോജക്ട്സിൽ നിന്ന് എത്ര മെഗാവാട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു ആർക്കും അറിയില്ല. 365 ദിവസം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കാവുന്ന ഹൈഡൽ പ്രോജക്ട്സാണ് ഇതെല്ലാം. പക്ഷേ ഇതിൻ്റെ പലതും മെയിൻ്റനൻസ് നടത്താതെയും അതുപോലെ തന്നെ റിസർവോയർ ക്ലീൻ ചെയ്യാതെയും വളരെ നിരുത്തരവാദിത്വപരമായിട്ട് നമ്മൾ ഈ ശമ്പളം കൊടുത്ത സംവിധാനം എല്ലാം നിലനിർത്തിയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിങ്ങും ഇല്ലാതെ, ഒരു പബ്ലിക് ഓഡിറ്റിങ്ങും ഇല്ല, ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി KSCB മാറി. ഇത് കൊള്ളയാണ്. അപ്പോൾ അതിനായിട്ട് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ ജനങ്ങളൊക്കെ പോയി KSCB ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു സൂചനയാണ്. കാര്യം ഇനി KSCBയുടെ ഇത്തരം പ്രവർത്തനം, കാര്യം ഇതൊരു നിയമം അനുസരിച്ച് നമുക്ക് ഒരു കൺസ്യൂമർക്ക് ഒരു പ്രൊവൈഡർ നൽകേണ്ട എല്ലാ സേവനവും ഇവർ തരാൻ ബാധ്യസ്ഥരാണ്. പണ്ടത്തെ കണക്കല്ല.
അതെ അതെ മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ചെയ്യാതെ വെറും കൊള്ളയിലും മാത്രം ഈ KSEB എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തങ്ങൾക്ക് പിന്നെ തണലേകുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും കോടികൾ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ, ആ പ്രസ്ഥാനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് നമുക്കിപ്പോൾ വൈദ്യുതി കിട്ടുന്നത്. അല്ല, നമുക്ക് വൈദ്യുതി തരാൻ വേണ്ടിയിട്ടല്ല അവർ നടത്തുന്നത്, മറിച്ച് തങ്ങൾക്ക് തണലേകുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ധനമുണ്ടാക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ റൺ ചെയ്യുന്ന KSEBയിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ വെളിച്ചവും ഊർജവും കിട്ടുന്നത്. അതിന് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? ഇരട്ടിയേക്കാൾ വർദ്ധിച്ച രീതിയിൽ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണ്ടത് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നമ്മുടെ സംഭാഷണത്തിൽ കൂടെ അത് ബുദ്ധിമുട്ടാണ്. അത് എന്താണ് KSEB, എങ്ങനെയാണ് ഗവൺമെൻറ്റും KSEBയും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്താണ്, കേന്ദ്ര നിയമം എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തെക്കുറിച്ചും അത് മറ്റേത് ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്ന പോലെയും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നൊരു സംഗതിയാണെന്നും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ്, നമുക്ക് ഈ ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊള്ള അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ജനങ്ങളുടെ അവബോധമില്ലായ്മയാണ് ഇവർ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊടും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്.